എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നും ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് വിപരീതമായിട്ട് ഇന്ന് നമ്മളൊരു ഒപ്പീനിയൻ വീഡിയോ ആണ് വെക്കുന്നത്. നോർമലി നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ആണ് ചെയ്യുന്നത്. ഇന്ന് പ്യുവർലി എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, കിച്ചു വീണ്ടും രേണുവിൻ്റെ വീട്ടിലേക്ക് പോയി ഋതപ്പിനെ കണ്ട് ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല കാര്യം. പക്ഷേ ഈ വ്ളോഗിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഇതിനൊരു റിയാക്ഷനായിട്ട് ഇടാതെ ഒരു ഒപ്പീനിയനായിട്ട് ഇടുന്നതിൻ്റെ കാരണം, ഇതിനകത്ത് ബേസിക് ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് രേണുവിൻ്റെ രണ്ടാമത്തെ മകനെ കുറിച്ചിട്ടാണ്. ഈ രണ്ടാമത്തെ മകനെ കുറിച്ച് പറയുമ്പോഴത്തേനും അത് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. വീഡിയോയിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിൽ ഒഫൻസീവ് ആയി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ചൈൽഡ് ഇതിനകത്ത് കൊണ്ട് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. സോ നമ്മൾ അങ്ങനെ ഒരു കേസ് എടുത്ത് തലയ്ക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ആ പിള്ളേരെ ഞാൻ വലിച്ച് ഈ വിഷയത്തിലേക്ക് ഇടാനും ആഗ്രഹിക്കുന്നില്ല. സോ പ്യുവർലി എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിരിക്കും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് സംസാരിക്കുന്നത്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ പറയുകയാണെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് രേണു പുറത്ത് നിന്നപ്പോഴത്തേനും കിച്ചു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് കിച്ചു സംസാരിക്കുന്നുണ്ട്. കിച്ചു വീട്ടിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച സമയത്ത് രേണു ഈ കിച്ചുവിനെതിരെ ആൾക്കാർ പറയുന്ന സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റോറി ഇടുകയും ഇൻസ്റ്റാഗ്രാമിൽ ആ ലിങ്ക് പോസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇവർ രമ്മി മാലു അടിച്ചു പിരിഞ്ഞു ചകട ആയി നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് കിച്ചു ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഏത് വീട്? കിച്ചുവിൻ്റെ സ്വന്തം വീട്, കിച്ചുവിൻ്റെ ഋതപ്പൻ്റെ വീട്. ആ വീട്ടിൽ ഈക്വൽ അവകാശം, ഋതപ്പനുള്ള ഈക്വൽ അവകാശം കിച്ചുവിനുമുണ്ട്. കിച്ചുവാണ് 18 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായ വ്യക്തി എന്ന നിലയിൽ ആ വീടിൻ്റെ ഉടമസ്ഥാവകാശം ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ഒരാൾ. ഈ രേണുവും മറ്റാൾക്കാരും ഒക്കെ കിച്ചുവിൻ്റെ ദയവിലാണ് ആ വീട്ടിൽ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചു ആ വീട്ടിലേക്ക് ചെല്ലുന്നു. കിച്ചു ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ രേണു ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അമ്മയെ എയർപോർട്ടിൽ വിളിക്കാൻ പോകണമെന്നാണ് ഈ കുടുംബാംഗങ്ങളായിട്ടുള്ള ബാക്കിയുള്ളവർ പറഞ്ഞത്. സോ നമുക്ക് അസ്യൂം ചെയ്യാം, ഒരു പക്ഷേ രേണു റസൽ ഖൈമിൽ വലിയ ബാറിൽ കിടന്ന് തുള്ളി കളിച്ചുകൊണ്ടിരുന്ന സമയത്തായിരിക്കും ഈ കിച്ചു വീട്ടിലേക്ക് കടന്നെന്ന് വിചാരിക്കാം. എന്തായാലും ആ ഒരു സമയത്ത് തന്നെ ഓൾറെഡി ഇവർ തമ്മിൽ ഇഷ്യൂ ആയല്ലോ. കിച്ചുവും രേണുവും തമ്മിൽ മാലു ത്തിലെപ്പെടാ ആ സാധനം ആയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ കിച്ചു ആ വീട്ടിലേക്ക് ചെല്ലുകയും അവരാ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കിച്ചുവിൻ്റെ കൂട്ടുകാരുണ്ട്. അവരുടെ മുഖത്തൊരു ഭയം നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്താവും, ടെൻഷൻ അടിക്കല്ലേ എന്ന് പറയുമ്പോഴും അവർ നല്ല രീതിയിൽ ടെൻസ്ഡ് ആവുന്നുണ്ട്. അവരവിടെ ചെന്നു, ആ വീട്ടിലേക്ക് കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഋതപ്പനും ഈ രേണുവിൻ്റെ സഹോദരിയുടെ മകനും ഉണ്ട്. ഇവർ വലിയ രീതിയിലുള്ള അടുപ്പം കിച്ചുവിനോട് കാണിക്കുന്നില്ല. പൊതുവേ കിച്ചുവിനെ കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ തുള്ളിച്ചാടി മൈ ചേട്ടൻ ഇസ് ബാക്ക് ആ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു തവണ നോക്കി കഴിയുമ്പോഴത്തേനും ഋതപ്പൻ്റെ മുഖത്ത് ആ സന്തോഷം കാണാൻ സാധിക്കുന്നില്ല. ഋതപ്പൻ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്ന ഒരു ഫീലാണ് നമുക്കിത് കാണുമ്പോൾ പ്രധാനമായിട്ടും എനിക്കുണ്ടായത്. പുള്ളി ഭയങ്കര പേടിച്ചിരിക്കുന്നു, വലുതായിട്ട് സംസാരിക്കുന്നില്ല. നോർമലി ഇതിന് മുമ്പത്തെ വ്ളോഗിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഋതപ്പൻ കിച്ചുവിനെ കാണുന്നുണ്ടെങ്കിൽ ചാടിത്തുള്ളിയും ചേട്ടാ അത് കാണിക്കാൻ, ചേട്ടാ ഇത് കാണിക്കാൻ, ഇതാരെന്നറിയും, ഇത് നമ്മുടെ അമ്മ, ഇത് നമ്മുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പൊട്ടൻഷ്യലി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ തീരെ സംസാരിക്കുന്നില്ല. ചോദിക്കുന്നതിന് വൺ വേർഡ് ഉത്തരം, മുഖം പൊക്കി നോക്കുന്നില്ല, ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ ഇരിക്കുന്നൊരു സംഭവമാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അവിടെ ചില സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ പറയുന്ന രേണു എയർപോർട്ടിലാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. രേണുവിൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനെയും എടുത്ത് കാറിലിട്ടുകൊണ്ട് പോകുന്നുണ്ട്. അതിനകത്ത് കിച്ചു പറയുന്നുണ്ട്, എനിക്കിവർ രണ്ടുപേരും അനിയന്മാരെ പോലാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇതിനെ നമുക്ക് മനസ്സിലാക്കേണ്ടത് കിച്ചുവിൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും പ്രശ്നമായിട്ടും അവൻ ആ വീട്ടിൽ വീണ്ടും ചെല്ലാനും തൻ്റെ അനിയനെ കാണാനുമുള്ള മനസ്സ് കാണിച്ചു. അനിയനെ കാണാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. കാരണം കൊല്ലം സുധിയുടെ മകനാണ്, ഇവർ രണ്ടുപേരും മക്കളാണ്. സോ കിച്ചുവിൻ്റെ ബ്രദറാണ് ഒന്നാമത്തെ എലിജിബിലിറ്റി. രണ്ടാമത്തെ എലിജിബിലിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അത് കിച്ചുവിൻ്റെ പേരിലുള്ള വീടാണ്. സോ കിച്ചു അവിടെ ചെന്നു, ഋതപ്പനെ കണ്ടു. ഋതപ്പനെ കൊണ്ട് ആസ് യൂഷ്വൽ ചെല്ലുമ്പോഴെല്ലാം പുറത്ത് കറങ്ങാൻ പോകുന്നത് പോലെ ഋതപ്പനെ വാരിപ്പറക്കി വണ്ടിയിലിട്ടിട്ട് മറ്റേ ചേച്ചിയുടെ മോനെ എടുത്തിട്ടുണ്ട് കറങ്ങാൻ പോയി. ഈ കറങ്ങാൻ പോയ സമയത്തും ഋതപ്പൻ ഭയങ്കര ഒരു മൂഡിയായിട്ടുള്ള രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ കിച്ചു എന്ത് ചെയ്തു, അമ്മയെ വിളിച്ച് സംസാരിച്ചു. അമ്മയെ വിളിച്ച് ഞാൻ എന്നെ പുറത്തോട്ട് കൊണ്ടുപോയി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അമ്മയെ വിളിച്ച് സംസാരിച്ചു. പക്ഷേ രേണു എയർപോർട്ടിൽ വന്നപ്പോൾ പിന്നെ എന്നെ വിളിച്ചില്ല, കിച്ചുവിനെ വിളിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏത് കാലഘട്ടത്തിലെടുത്ത വീഡിയോ ആണെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെടുത്താണെങ്കിൽ രേണു
എയർപോർട്ടിൽ രേണുവിനെ വിളിക്കാൻ പോകുമെന്ന് പറയുന്നത് രേണു ഇപ്പോൾ എയർപോർട്ടിൽ ഒന്നുമില്ല, എന്ത് കോംപ്ലിക്കേഷൻ ആണെന്ന് എനിക്കറിയത്തില്ല. ഇനി ലാസ്റ്റ് ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ഓപ്പോസിറ്റ് പറഞ്ഞ് നമ്മളെല്ലാം പോഞ്ഞ ഉള്ളി പുറത്ത് കടക്കറ പുറത്ത് സെറ്റപ്പ് ആയ പോലെ ഇപ്പോൾ എന്തെങ്കിലും ആട്ടെ, അവരെ ഒന്നിക്കണം, അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ രേണുവിനെ വിളിച്ച് സംസാരിച്ചു, ഋതപ്പനെ പുറത്തോട്ട് കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഋതപ്പൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി. പിന്നെ ആൾ ഇച്ചിരിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയില്ല, ഇച്ചിരിയൊക്കെ ആക്റ്റീവ് ആകാൻ തുടങ്ങി. ഇവർ നേരെ ലുലു മാളിൽ പോകുന്നു, ഗെയിം സെൻറ്ററിൽ പോകുന്നു, ഗെയിം കളിക്കുന്നു, കിച്ചു അവരെ അടിച്ച് തോപ്പിക്കുന്നു ഗെയിംസിൽ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. ഇവിടെ എല്ലാം ഋതപ്പൻ്റെ പഴയ ഒരു പവർ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. രണ്ട് കാരണങ്ങളുണ്ടാകും. ഒന്ന്, രേണു പറഞ്ഞ് തിരുത്തിയിട്ടുണ്ടാവാം. രണ്ട്, രേണുവിൻ്റെ കുടുംബം പറഞ്ഞ് തിരുത്തിയിട്ടുണ്ടാവാം. മൂന്ന്, ഋതപ്പനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവാം. ഇതിലെന്തുമാകാം. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കിച്ചുവിൻ്റെ ഒരു ക്യാരക്ടർ. കിച്ചു ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും വീണ്ടും എന്നെ ഒറ്റപ്പെടുത്തി, പക്ഷെ നിങ്ങൾ ഒറ്റപ്പെടരുതെന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ ഋതപ്പനെ ഒറ്റപ്പെടുത്തരുതെന്നുള്ള രീതിയിൽ അങ്ങോട്ട് കയറി ചെല്ലുന്നൊരു സാഹചര്യം ഉണ്ടായി. രണ്ട്, രേണുവിൻ്റെ വീട്ടുകാരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ, ഈ ചേച്ചിയുടെ മോളെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഇടക്കിടക്ക് വിളിച്ചിട്ട്, മഞ്ഞ എവിടെയാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയാൽ, ശരി ഡാ കുട്ടാ എവിടെയാണ് എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയാൽ, ഓക്കെ ഡാ എൻ്റെ കൊച്ചെവിടെ പോയടാ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണത് കണ്ടപ്പോൾ മനസ്സിലായത്. സോ അവർക്ക് ഈ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കിച്ചു വന്ന് പ്രസൻറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിലാവുന്ന ഒരു തരത്തിലാണ് ആ കുടുംബം പ്രതികരിച്ചത്. അവർക്ക് പറ്റൂല, ഇവനെ അവിടെ കയറ്റാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല, കാരണം അത് കിച്ചുവിൻ്റെ വീടാണ്. ഋതപ്പനെ പറ്റൂല, അവനെ കൂടെ വിടാൻ പറ്റൂല എന്നും പറയാൻ പറ്റത്തില്ല, കൊല്ലം സുധിയുടെ മകനാണ്. അപ്പോൾ ആ കുടുംബം പ്യൂർലി ലോക്കായി. ആ കുടുംബത്തിന് അങ്ങനെ കിച്ചുവിനെ കയറ്റാതിരിക്കണമെന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഇവർ സ്വന്തമായിട്ട് വാടകയ്ക്ക് വേറെ വീടെടുത്ത് മാറിയതിന് ശേഷം ഒരു പക്ഷേ ഇങ്ങനെ പറയാൻ സാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ സാധിക്കത്തില്ല, അവർക്ക് എതിർക്കാനും പറ്റത്തില്ല. എതിർത്ത് കഴിഞ്ഞാൽ സംഭവം വീഡിയോ വരും, വീണ്ടും വൈറലാകും, ഏറിപ്പോകും, തിരിച്ചിറങ്ങാൻ പോലും പറ്റത്തില്ല. കിച്ചു നല്ലവനായി ഉണ്ണിയും ഇവരെല്ലാം കൂതറകളാവും. ഇനി രേണു പറഞ്ഞ് പരത്തിയൊരു സാധനം, അല്ലെ രേണുവിൻ്റെ ശിങ്കിടികളും പറഞ്ഞു പരത്തിയൊരു സാധനം, ഷെഫീന ബീവി എന്ന് പറയുന്ന വ്യക്തിത്വം കിച്ചുവിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, കിച്ചുവിനെയും ഈ രേണുവിനെയും തമ്പി ചകടയാക്കി, മുജ മാലും എനിക്കൊന്നും അറിയാൻ പാടില്ല ആ സാധനം ആക്കിയത് ഷെഫീന ബീവിയാണെന്നാണ് പറഞ്ഞത്. അതിൽ കിച്ചു അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു, എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളത്. തെളിഞ്ഞില്ലേ? കിച്ചു കണ്ട് അവിടെ പോയി വീട്ടിൽ പോയി അവരെ കണ്ട് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി, അവർ കൈ കൊടുത്തു, പെങ്ങളൊക്കെ ഡിസ്റ്റർ ഇതിന് തുക തരുമോ അളിയ എന്ന് പറഞ്ഞ് അവർ തൊള്ളക്കേട്ടിട്ട് പോയി. ഇപ്പോൾ രേണുവും മറ്റേ രേണുവിൻ്റെ ശിങ്കിടികളും വന്ന് പറയണം, ഷെഫീന ബീവിയാണ് അവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്, ഷെഫീന ബീവിയാണ് ആ കുടുംബത്തെ ഒന്നിപ്പിച്ചത്, ഷെഫീന ബീവി കാരണം അവർ ഒന്നു ചേർന്നിരിക്കും സുഹൃത്തുക്കളെ, ചിറകൊടിഞ്ഞിക്കുന്നവകൾ, അവിടെ പാല് കാച്ചുന്നു, ഇവിടെ കല്യാണം, അവിടെ മരണം, ആ ഒരു കഥ ഉണ്ടല്ലോ, അതേപോലെ പറയണം. നമ്മൾ നെഗറ്റീവ് മാത്രം എല്ലാവരുടെയും തലക്ക് ഇട്ട് കൊടുക്കുകയും പോസിറ്റീവ് അല്ല. എൻ്റെ മറ്റേ രാഷ്ട്രീയക്കാർ പറഞ്ഞല്ലേ, ആ പാലം ആര് പണിഞ്ഞു, അത് ഞങ്ങൾ പണിഞ്ഞു, അവർ പറയുമ്പോൾ അത് അവർ പണിഞ്ഞു, പാലം പൊളിഞ്ഞു വീണു, ഞങ്ങളല്ല പണിഞ്ഞ, അവരാ പണിഞ്ഞേ, അവർ പറയും ഞങ്ങളൊന്നല്ല ഇപ്പന്മാരില്ല എന്ന് പറഞ്ഞു. ഈ സെറ്റപ്പാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് വരുമ്പോൾ എല്ലാം രേണുവും കുടുംബവും, നെഗറ്റീവ് എന്ന് എല്ലാം ഷെഫീന ബീവിയും മറ്റ് ബ്ലോഗർമാരും നമ്മളെ തകർക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു. ഇതൊരു സെറ്റപ്പാണെന്ന് അറിയത്തില്ല. ഏതായാലും ഇതാണ് കിച്ചുവിൻ്റെ വിഷയത്തിൽ പ്രധാനമായും സംഭവിച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എൻ്റെ ഒരു കാര്യം കൂടെ പറയാം. ഇവരെല്ലാം ഒരു കുടുംബമാണ്. ഇപ്പോൾ കിച്ചു ആയാലും ഋതപ്പനായാലും രേഷ്മയായാലും ഇവരെല്ലാം ഒരു കുടുംബമാണ്. രേഷ്മ തങ്കച്ചൻ എല്ലാവരും ഒരു ഫാമിലിയാണ്. ഈ രേഷ്മയുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് കിച്ചുവിൻ്റെ അനിയൻ്റെ അമ്മയുടെ കുടുംബവുമാണ്. വെരി കോംപ്ലിക്കേറ്റഡ് ബന്ധം. അപ്പം അങ്ങനെയാണ് അവർ റിലേഷൻ വരുന്നത്. ഇനി ഇവർ താമസിക്കുന്ന വീട് കിച്ചുവിൻ്റെ ഋതപ്പൻ്റെ പേര് കൊടുത്ത വീടാണ്. സോ ഇവരെല്ലാവരും ഒന്നിക്കണം. കാരണം ഇവർ തല്ലിപ്പിരിഞ്ഞ് ഒരു കുടുംബം നാനാ വഴിക്ക് പോയിട്ട് നിൽക്കുന്ന കാര്യമില്ല. കിച്ചു ഓൾറെഡി തന്നെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിച്ച ഒരാളാണ്, നമുക്കൊക്കെ നന്നായിട്ടറിയാം. അങ്ങനെ സാഹചര്യത്തിൽ വീണ്ടും ഇവർ അടിച്ച് പിരിഞ്ഞ് പോയി ആ പയ്യൻ വീണ്ടും ഒറ്റപ്പെടുകയും തൻ്റെ കിച്ചുവിന് ഏറ്റവും സ്നേഹമുള്ളത് ഋതപ്പനോടാണ്. സ്വന്തം മോനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പോലെയാണ് കിച്ചു ഋതപ്പനെ എപ്പോഴും നോക്കാറ്. അപ്പോൾ ഇവർ ഒന്നിക്കട്ടെ, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കട്ടെ. പക്ഷേ രേണു വന്നിട്ട് പറയും, എനിക്കറിയത്തില്ല, അവൻ അപ്പോഴും ഞാനല്ലാത്തപ്പോൾ വീട്ടിൽ വന്ന് കൊച്ചിനെ എടുത്തുണ്ടോ, എന്തൊരു പരിപാടി അത്, ഞാനൊന്നും പറഞ്ഞില്ല, ഞാനാരാ, ഞാൻ നന്മ മരം, മനസ്സിലായോ, അങ്ങനെ ന്യായീകരണം പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വരുമെന്നാണ് എനിക്കതെല്ലാം തോന്നുന്നത്. നമുക്കതിലും കണ്ടറിയാം. കിച്ചുവിൻ്റെ ഓരോ ബ്ലോഗ് വരുമ്പോഴത്തേനും രേണുവിൻ്റെയും കുടുംബത്തിൻ്റെയും കവാലക്കുറ്റമൊക്കെ അടികൊടുത്ത പോലെയാണ് ഓരോ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ വന്നത്. ആ കുടുംബം ഒന്നിക്കുന്നതിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവരെത്രയും പെട്ടെന്ന് ഒന്നിക്കട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. രേണു
രേണു നന്നാവട്ടെ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്കറിയാം, എന്നാലും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കാനും ആഗ്രഹിക്കാനും മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. പറഞ്ഞ് കറക്റ്റ് അല്ലേ? ഈ രേണുവിൻ്റെ കമൻറ്റ് ബോക്സ്, കിച്ചുവിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. കിച്ചുവിൻ്റെ ക്യാരക്ടറോടെ പ്രൂവ് ചെയ്തു, കിച്ചു വളരെ മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. യെസ്, കിച്ചു വളരെ മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്തു. ഈ പ്രശ്നം വേണേൽ വഷളാക്കി വീണ്ടും മിണ്ടാതിരിക്കുകയും തൻ്റെ വഴിക്ക് പോവുകയും ചെയ്യായിരുന്നു കിച്ചുവിന്. പക്ഷേ കിച്ചു ആ വീട്ടിൽ ചെല്ലുകയും അവരോട് സംസാരിക്കുകയും വീണ്ടും ഒരു ബന്ധം പുതുക്കുകയും ചെയ്തു. എവിടാ അത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട്. അതൊരു നല്ല കാര്യമാണ്. ഏതായാലും കൂടുതൽ ബ്ലോഗുകൾ വരട്ടെ, സംഭവങ്ങളെല്ലാം സെറ്റപ്പാക്കി അടിപൊളിയാക്കി കിടിലുവാക്കി മുമ്പോട്ട് പോട്ടെ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തും. ഒരു കുടുംബം ഒന്നിക്കുന്നതിൽ അനക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ദുഃഖിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അവർ ഒന്നിക്കട്ടെ. പക്ഷേ ഈ കോൺട്രവേഴ്സികൾക്ക് ഒരു പ്രോപ്പറായിട്ട് സാധനം കൂടെ തന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇപ്പോൾ കിച്ചു പറയുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഈ കിച്ചുവിൻ്റെ ഈ വീഡിയോ വന്നപ്പോഴും കിച്ചു പറയുന്നുണ്ടായിരുന്നു കിച്ചുവിന് ആകെയുള്ള വിഷമം ഇനി ഋതപ്പിനെ കാണാൻ പറ്റുമോ എന്നറിയില്ല എന്നുള്ളതായിരുന്നു. അപ്പം അതായാലും തീർന്നല്ലോ, ഋതപ്പിനെ കാണാം ഇല്ലേ, നമ്മൾ പോരാടണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തും. മറ്റൊരു